ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും പേർക്കും വളരെ പ്രിയപ്പെട്ട വാഴയ്ക്ക ചിപ്സ് വളരെ രുചികരമായിട്ടും ഏറ്റവും എളുപ്പത്തിലും എങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചിപ്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് നല്ല പച്ച നേന്ത്രക്കായയാണ്. അത്യാവശ്യം വലിപ്പമുള്ള പച്ച നേന്ത്രക്കായ എടുക്കുന്നതാണ് കൂടുതൽ രുചികരമായിട്ടുള്ളത്. അപ്പോൾ തീരെ അതായത് വിളഞ്ഞിട്ടില്ലാത്ത നേന്ത്രക്കായ എടുക്കരുത്, നല്ലതുപോലെ വിളഞ്ഞിട്ടുള്ള നേന്ത്രക്കായ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഞാനിപ്പോൾ 1 കിലോ അളവിലാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 5 നേന്ത്രക്കായ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ്. കയ്യിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് പൊട്ടി കൊടുത്തിട്ട് നമ്മളിത് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേന്ത്രക്കായുടെ കറ അധികമായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരില്ല. ഫസ്റ്റ് നമുക്ക് ഈ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്ന് കത്തി വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാവുന്നതാണ്. ഒരുപാട് താഴ്ത്തി നമ്മൾ വരയാൻ വേണ്ടി നിൽക്കരുത്, എങ്കിൽ പിന്നെ ആ പഴം കട്ടായി പോകും. അതിൻ്റെ പേരിൽ നമ്മുടെ ഈ പഴത്തിൻ്റെ പുറന്തോടുള്ള ആ തൊലി മാത്രം ഒന്ന് കട്ട് ചെയ്യുന്ന രീതിയിൽ നൈസായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈവച്ചിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഇതിൻ്റെ പുറന്തോടൊന്ന് ഇളക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഇതിങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ സാധാരണ പീലർ ഉണ്ടല്ലോ, അതായത് നമ്മൾ ക്യാരറ്റൊക്കെ പുറന്തോലൊക്കെ ചെത്തില്ലേ, അതുപോലെ ഒന്ന് ചീകി എടുത്താലും മതിയാവും. ഇങ്ങനെ തന്നെ എടുക്കണം നിർബന്ധമില്ല, പക്ഷെ ഇങ്ങനെ എടുക്കുന്നതാണ് നമ്മൾ സാധാരണ ബേക്കറികളിലൊക്കെ ഈ ഒരു രീതിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ നേന്ത്രക്കായുടെ പുറന്തോലെല്ലാം ചെത്തി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറംഭാഗം ഒന്ന് പെട്ടെന്ന് കറക്കാതിരിക്കും കേട്ടോ. സാധാരണ നമ്മൾ ഇപ്പോൾ ബേക്കറികളിലേക്ക് അവരൊന്നും ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാറില്ല, ഡയറക്റ്റായിട്ട് എണ്ണയിലേക്കാണ് ഇതൊന്ന് ചീകി ഇടാറുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പുറംഭാഗം കറക്കാതെ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇതുപോലൊരു സ്ലൈസറാണ് എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇതൊന്ന് തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഒരുപാട് കനം കൂടിപ്പോകാനും പാടില്ല, തീരെ കനം കുറഞ്ഞു പോകാനും പാടില്ല. ആ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട്. കൈ വെച്ചിട്ട് അരിയുമ്പോൾ കറക്റ്റ് അളവിന് കിട്ടുമെങ്കിൽ അങ്ങനെ തന്നെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ്. കടകളിലൊക്കെ സാധാരണ ചിപ്സ് തയ്യാറാക്കുന്നത് ഇതുപോലെ അങ്ങനെ അരിഞ്ഞ് പ്ലേറ്റിൽ വെക്കുകയല്ല ചെയ്യുന്നത്, നേരിട്ട് തന്നെ എണ്ണയിലേക്ക് ചീകി ഇടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മൾ പുതുതായിട്ട് കുക്കിംഗ് പഠിച്ചു വരുന്ന കൂട്ടുകാരെ അതുപോലെ എണ്ണയിലേക്ക് നമ്മൾ ചീകി ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയ്യിലൊക്കെ ചൂട് എണ്ണ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ പറയുന്നത്. ഇതാകുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു ബൗളിലേക്ക് ഒരു 2 സ്പൂൺ നിറയെ തന്നെ ഉപ്പ് ചേർക്കാവുന്നതാണ്. 2 ടീസ്പൂൺ ഉപ്പ് എടുക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് വെള്ളം കൂടിയാണ്. വെള്ളം ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ എണ്ണ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ ഈ ചിപ്സ് തയ്യാറാക്കാനായിട്ട്. വെളിച്ചെണ്ണയിൽ നമ്മൾ ചിപ്സ് തയ്യാറാക്കിയാൽ മാത്രമേ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ നേന്ത്രക്കായ എല്ലാം പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. ആ എണ്ണ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രക്കായ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നേന്ത്രക്കായ എല്ലാം ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ കടകളിലൊക്കെ തയ്യാറാക്കുന്നത് പോലെ കുറച്ചധികം എണ്ണയിലാണ് കേട്ടോ ഇത് പൊരിച്ചെടുക്കുന്നത്. സാധാരണ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി അളവിൽ എണ്ണ മതിയാവും. അപ്പോൾ നമ്മുടെ കായ എല്ലാം ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് ഇതൊന്ന് പതഞ്ഞു തുടങ്ങും. ഈ പതഞ്ഞു തുടങ്ങുന്നത് ഒന്ന് കുറഞ്ഞ് വരുമ്പോഴത്തേക്കും ഫ്ലെയിം നമുക്ക് നല്ല രീതിക്ക് ഒന്ന് കുറച്ച് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പുവെള്ളം ചേർക്കാവുന്നതാണ്. 4 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അതുപോലെ തന്നെ തീരെ ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. 2 പഴം അരിഞ്ഞതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ല ചിലിജിലാന്ന് സൗണ്ടോട് കൂടിയിട്ട് നമ്മുടെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരുപാട് സമയം ഇടേണ്ട ആവശ്യമില്ല, നമുക്കിനി ഇത് എടുക്കാവുന്നതാണ്. വളരെ പെർഫെക്റ്റായിട്ട് നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരിട്ട് എങ്ങനെയാണ് സ്ലൈസർ ഉപയോഗിച്ച് എണ്ണയിലേക്ക് വാഴയ്ക്ക ചീകി ഇടുന്നതും കൂടെ നോക്കാം. ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് മാത്രം ഇതുപോലെ സ്ലൈസർ ഉപയോഗിച്ചൊന്ന് അരിഞ്ഞിട്ടാൽ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതും വറുത്തെടുക്കാം. ഇനി നമ്മൾ ഉപ്പുവെള്ളം ഇതിലേക്ക് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഉപ്പ് ഇത് എണ്ണയിൽ തന്നെ ഉണ്ട്, അതിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ അതേ അളവിൽ തന്നെ 4 ടീസ്പൂൺ അളവിൽ തന്നെ വീണ്ടും ഉപ്പ് ചേർക്കരുത്. നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത ആ ഒരു ചിപ്സ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് എങ്ങാനും കറക്റ്റ് ആണോ അല്ലെങ്കിൽ കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ ഉപ്പുവെള്ളം ചേർക്കാം.
അതല്ല കുറച്ചും കൂടി കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം കൂടി ഉപ്പുവെള്ളം കൂടുതൽ ചേർക്കാം. അതല്ലാതെ ഫസ്റ്റിലേ ചേർത്ത് കണക്ക് നമ്മൾ 4 ടീസ്പൂൺ തന്നെ ഉപ്പുവെള്ളം ചേർക്കരുത് കേട്ടോ. എങ്കിൽ പിന്നെ ഒരുപാട് ഉപ്പായി പോകും നമ്മുടെ ചിപ്സിൽ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരേ ഒരു ടീസ്പൂൺ അളവിൽ മാത്രമേ എക്സ്ട്രാ ഉപ്പുവെള്ളം ചേർക്കുന്നുള്ളൂ. സദ്യകളിലൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ചിപ്സ് എന്ന് പറയുന്നത്. പുറത്ത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് കുറച്ചധികം വില കൊടുത്താണ് നമ്മൾ ഈ ചിപ്സ് വാങ്ങാറുള്ളത്. പക്ഷേ വളരെ എളുപ്പത്തിൽ ഇതുപോലെ വീട്ടിൽ തന്നെ നമുക്ക് ചിപ്സ് തയ്യാറാക്കാവുന്നേ ഉള്ളൂ, വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ. പിന്നെ നമ്മുടെ ചിപ്സ് തയ്യാറാക്കുമ്പോൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത് പൊരിക്കാനായിട്ട് 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണ ആയതിൻ്റെ പേരിലാണ് 4 ടീസ്പൂൺ ഉപ്പുവെള്ളം ചേർത്തിട്ടുള്ളത്. അതല്ല 6 ലിറ്റർ വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ 2 ടീസ്പൂൺ ഉപ്പുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അധികമായിട്ട് ഉപ്പുവെള്ളം ചേർക്കരുത്. എണ്ണ കുറവായതിൻ്റെ പേരിൽ ചിപ്സിൽ ഒരുപാട് ഉപ്പ് പിടിച്ചു പോകും. അതാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇതുപോലെ എല്ലാ വാഴക്കായയും ഞാനൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. 1 കിലോ അളവിൽ വാഴക്കായയിൽ ഈ ഒരു അളവിലാണ് കേട്ടോ നമുക്ക് ചിപ്സ് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വളരെ രുചികരമായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത് വീട്ടിൽ ചിപ്സ് വാങ്ങണം എന്ന് തോന്നുമ്പോൾ വീട്ടിൽ ഇതുപോലെ പച്ചക്കായ വാങ്ങി ചിപ്സ് തയ്യാറാക്കാവുന്നതാണ്. ഓണത്തിന് സദ്യക്ക് നമുക്ക് വീട്ടിൽ ചിപ്സ് തയ്യാറാക്കാം. ഉറപ്പായിട്ടും ഇതുപോലെ ചിപ്സ് തയ്യാറാക്കുന്നവർ മറക്കാതെ എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.